തെക്കുംതല കെ.ആർ. നാരായണൻ നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തീപിടുത്തം. 10 ലക്ഷം രൂപയുടെ നാശം. അകലക്കുന്നം തെക്കുംതല കെ.ആർ. നാരായണൻ നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായ തീപിടുത്തത്തിൽ 10 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി പ്രാഥമിക നിഗമനം. തീപിടുത്തമുണ്ടായ കാരണവും നഷ്ടങ്ങളുടെ പൂർണ്ണമായ കണക്കും തയ്യാറാക്കി വരുന്നതായി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഇൻചാർജ് ലക്ഷ്മിപ്രിയ അറിയിച്ചു. 5.5 ലക്ഷം രൂപയുടെ ഫ്ലാഷ് ലൈറ്റുകളും കേബിളുകളും ബാറ്ററികളും ട്യൂബുകളും മറ്റ് ഇലക്ട്രിക് സാധനങ്ങളും കത്തിനശിച്ചു. ഷൂട്ടിങ്ങിനായി കൃത്രിമമായി തയ്യാറാക്കിയ വീടുകളുടെ ഒരു മോഡൽ പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. സിനിമാ ഷൂട്ടിങ്ങിനായി മാത്രം നിർമ്മിച്ച 75 അടിയോളം നീളവും വീതിയും പൊക്കവും മേൽക്കൂര പ്രത്യേക ഷീറ്റുകളാൽ നിർമ്മിതവുമായ കെട്ടിടത്തിനുള്ളിലാണ് സിനിമാ ഷൂട്ടിങ്ങിനായി ഗ്രാമീണ രീതിയിലുള്ള വീടുകളും ന്യൂ ജനറേഷൻ വീടുകളും കൃത്രിമമായി നിർമ്മിച്ചിരുന്നത്. പള്ളിക്കത്തോട് പോലീസിന്റെയും പാമ്പാടി ഫയർഫോഴ്സ് സേനയുടെയും സമയോചിതമായ ഇടപെടൽ മൂലം കെട്ടിടത്തിന്റെ പകുതി ഭാഗത്തെ ഉപകരണങ്ങൾക്കേ നാശം സംഭവിച്ചിട്ടുള്ളൂ. പകുതി ഭാഗം സുരക്ഷിതമാണ്. പാലയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും തീ പൂർണ്ണമായും അണച്ചിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് സംഭവം. 5 മണിവരെ ഷൂട്ടിംഗ് കഴിഞ്ഞ് കെട്ടിടമടച്ച് വിദ്യാർത്ഥികൾ പോയിരുന്നു. 7 മണിയോടെ ഇലക്ട്രീഷ്യനായ രാജീവാണ് ഷൂട്ടിംഗ് ഫ്ലോറിൽ നിന്നും വലിയ ശബ്ദം കേട്ടത്. കെട്ടിടത്തിന്റെ വാതിൽ തുറന്നപ്പോഴേക്കും വലിയ പുകയും തീയും കാണാൻ കഴിഞ്ഞു. ഉടൻ തന്നെ സെക്യൂരിറ്റിയെ വിവരമറിയിക്കുകയും ഫയർ സ്റ്റേഷനിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും വിവരമറിയിക്കുകയുമായിരുന്നു. പുറത്തേക്ക് ശബ്ദം കേൾക്കാൻ കഴിയാത്ത രീതിയിലുള്ള നിർമ്മാണമായതിനാൽ ഓടുകളും മറ്റും പൊട്ടിയപ്പോഴാണ് പുറത്തേക്ക് ശബ്ദമെത്തിയത്. പുരാതന രീതിയിൽ ഓടുമേഞ്ഞ കെട്ടിടം പൂർണ്ണമായും കത്തിയമർന്നിരുന്നു. മറുവശത്ത് നിർമ്മിച്ച കെട്ടിടത്തിന് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. കെട്ടിടത്തിന് വൈദ്യുതി കണക്ഷൻ ഇല്ലാത്തതിനാൽ ജനറേറ്ററാണ് ഉപയോഗിച്ചിരുന്നത്. അതിനാൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് കരുതുന്നത്. ഷൂട്ടിംഗിന് ശേഷം സൈറ്റ് ക്ലീൻ ചെയ്തതിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുമുണ്ടായ എന്തെങ്കിലും അശ്രദ്ധ കുറവാണോ തീപിടുത്തത്തിന് കാരണമെന്നും സംശയമുണ്ട്. 100ഓളം കുട്ടികൾ ഇവിടെ താമസിച്ചു പഠിക്കുന്നുണ്ട്. അകലക്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ തോമസ്, വാർഡ് മെമ്പർ സൗമ്യ കെ, മെമ്പർമാരായ എം.എസ്. രാജു, കെ. രഘു തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു. 7:15 ആ ടൈമിനാണ് നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രീഷ്യൻ രാജീവ് ഏട്ടനാണ് ഇത് പറയുന്നത്. ഇതിനകത്ത് നിന്ന് എന്തോ സൗണ്ട് കേൾക്കണമെന്ന്. അപ്പം ഇതിപ്പം നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അകത്ത് പ്രകാശം വരാതെ അല്ലെങ്കിൽ സൗണ്ടൊക്കെ എടുക്കുമ്പോൾ ശബ്ദം വരാൻ ഫുൾ ക്ലോസ് മൊത്തം അടച്ചു കൂട്ടിയായിരുന്നു. അതുകൊണ്ട് ഇതിനകത്തുനിന്ന് പുകയ്ക്ക് പോലും ഇങ്ങനെ പുറത്ത് വരാനുള്ള ഒരു അങ്ങനെയാണ് വെളിയിലോട്ട് സൗണ്ട് വന്നത്. അപ്പോഴന്നെ നമ്മൾ ഓടി പുകയായിരുന്നു ഫുള്ള്. അപ്പോഴേ നമ്മുടെ ഇവിടുത്തെ സെക്യൂരിറ്റി സാറ് ഫയർഫോഴ്സിനെ വിളിച്ചു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഫയർഫോഴ്സ് ഒക്കെ ചെയ്തതിനെ കൊണ്ട് പകുതി ഭാഗത്തോ പ്രശ്നമുണ്ട്. അല്ല മുഴുവൻ കത്തിയ മൊത്തം അങ്ങേ സൈഡും കത്തി. കയറി പോയാൽ നമുക്ക് ഇന്നലെ ഷൂട്ടിംഗ് എത്ര വരെ ഉണ്ടായിരുന്നു? 5 മണി വരെ. 5 മണി കഴിയുമ്പോഴത്തേക്കും 5 മണി വരെ ഉള്ളൂ സാധാ. അല്ലെങ്കിൽ 9 മണി വരെ ഉണ്ടാവും. രാവിലെ 6 to 9 മണി വരെ. രാത്രി വരെ ഉണ്ടാവും. ഇന്നലെ അത്ര ഇല്ലായിരുന്നു. ഡ്യൂട്ടി സമയം ഉണ്ടായിരുന്നു. ഇവരുടെ എന്തെങ്കിലും വർക്ക് പ്രോജക്റ്റ് മാത്രമേ ഉള്ളൂ. 6 മണി to 9 മണി വരെ. മിസ്സിംഗ് സീന് ഡിപ്ലോമയിലും വർക്ക്ഷോപ്പ് അങ്ങനത്തെ ഉണ്ടായില്ല. കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ അല്ലേ? നമ്മള് ഇവിടെ ഉള്ള സമയത്താണ് ഇതാണെങ്കിൽ നമുക്ക് നമ്മളിതെല്ലാം ഷൂട്ട് കഴിഞ്ഞ് എല്ലാം സേഫ് ആയിട്ട് വെച്ചിട്ടാണ്.